നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. തോളെല്ലുകൾക്കുണ്ടാകുന്ന തേയ്മാനം, തോളുകൾക്കുള്ള വേദന, ഇവയെല്ലാം നമുക്ക് പലർക്കും ഉണ്ടാകുന്ന അസുഖങ്ങളിൽ ഒന്നാണ്. എന്താണ് ഇതിന് കാരണങ്ങൾ, എന്തൊക്കെയാണ് ഇതിന് ലഭ്യമായിട്ടുള്ള ചികിത്സകൾ? ഇതാണ് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്, തോളെല്ലുകളുടെ വേദന. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ഒറ്റപ്പാലം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജനായ ഡോക്ടർ എം രാജേഷ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ തോളെല്ല് അല്ലെങ്കിൽ തോള് എന്ന് പറയുന്നത് ഏത് ഭാഗം മുതൽ ഏത് ഭാഗം വരെയാണ്? തോളെല്ല് എന്ന് പറയുന്നത് യൂഷ്വലി കുറച്ച് ജോയിൻറ്റുകൾ കൂടിച്ചേർന്നാണ് ഉണ്ടാകുന്നത്. ആക്ച്വലി അതിൽ പ്രധാനപ്പെട്ടത് ഗ്ലിനോ ഹ്യൂമറൽ ജോയിൻ്റ് എന്ന് പറയുന്ന ഈ വലിയാസ്ഥിയും അതേപോലെ ഷോൾഡർ ബ്ലേഡ് എന്ന് പറയുന്ന സ്കാപ്പുലയും തമ്മിലുള്ളതാണ് പ്രധാന ജോയിൻറ്റ്. അതല്ലാതെ തന്നെ നമ്മുടെ കോളർ ബോൺ എന്ന് പറയുന്ന ക്ലാവിക്കിളിൻ്റെ രണ്ടറ്റത്തുള്ള സ്റ്റേണോ ക്ലാവിക്കുലാർ ആൻഡ് അക്രോമിയോ ക്ലാവിക്കുലാർ ജോയിൻറ്റ്സ്. ഇത് കൂടാതെ ഈ ഷോൾഡർ ബ്ലേഡ് വിത്ത് ദി റിബ് കേജ് ഒരു ജോയിൻ്റ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് സ്കാപ്പുലോ തൊറാസിക് ആർട്ടിക്കുലേഷൻ. ഇതെല്ലാം കൂടി ചേർന്നതിനെയാണ് നമ്മൾ ഷോൾഡർ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഷോൾഡറിൻ്റെ തോളിൻ്റെ ചലനം എങ്ങനെയൊക്കെയാണ്? ഷോൾഡറിന് പ്രധാനമായി ഉള്ള മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് പ്രധാനമായ മൂവ്മെൻറ്റ്സ് അബ്ഡക്ഷൻ, ഈ സൈഡിൽ നമ്മളിങ്ങനെ കൈ ഉയർത്തുന്ന ഈ മൂവ്മെൻറ്റാണ് നമ്മൾ അബ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ പ്രധാനപ്പെട്ട മൂവ്മെൻറ്റ് ഷോൾഡറിന്. വേറെ എന്ന് പറയുന്നത് ഫോർവേഡ് ഫ്ലെക്ഷൻ, ഈ ഡയറക്ഷനിൽ നമ്മുടെ ബോഡിയുടെ അതേ ഈ ഫ്രണ്ട് ഡയറക്ഷനിൽ ഉയർത്തുന്ന ഫോർവേഡ് ഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ റൊട്ടേറ്ററി മൂവ്മെൻറ്റ്സ് ഉണ്ട്, രണ്ട് എക്സ്റ്റേണൽ റൊട്ടേഷൻ ആൻഡ് ഇൻറ്റേർണൽ റൊട്ടേഷൻ. കൈ ഇതേപോലെ വെളിയിലേക്ക് തിരിക്കുന്ന മൂവ്മെൻറ്റ് എക്സ്റ്റേണൽ റൊട്ടേഷൻ, ഉള്ളിലേക്ക് വരുന്നതിന് ഇൻറ്റേർണൽ റൊട്ടേഷൻസ് എന്ന് പറയും. റൊട്ടേഷൻസ് ആണ് യൂഷ്വലി നമ്മളെ ഹെഡ് റീച്ച് ചെയ്യാനും ബാക്ക് റീച്ച് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഈ തോളെല്ലുകൾക്ക് ഉണ്ടാകുന്ന സാധാരണ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ഷോൾഡറിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ വന്നിട്ട് അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഏജ് ഗ്രൂപ്പ്. ഓരോ ഏജ് ഗ്രൂപ്പിൽ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആണ്. കുറച്ച് യങ് ഏജ് ഗ്രൂപ്പിലാണെങ്കിൽ വന്നിട്ട് സ്പോർട്സ് ആക്ടിവിറ്റീസ് ആൻഡ് ട്രോമ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിട്ടുള്ള ഫ്രാക്ചേഴ്സ്, ഡിസ്ലൊക്കേഷൻസ്, ഇൻസ്റ്റെബിലിറ്റി എന്ന പ്രോബ്ലംസ് ഒക്കെയാണ് യൂഷ്വലി യങ് ഏജിൽ കാണുന്നത്. കുറച്ചുകൂടി ഓൾഡർ ഏജിൽ വന്നിട്ട് വെയർ ആൻഡ് ടെയർ റിലേറ്റഡ് പ്രോബ്ലംസ്, അതായത് തേയ്മാനം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഇംപിഞ്ച്മെൻറ്റ്, സബ് അക്രോമിയൽ ഇംപിഞ്ച്മെൻറ്റ്, അതല്ലാതെ ഇതേപോലെ വന്ന് എന്താ പറയുക ഫ്രോസൺ ഷോൾഡർ എന്ന് പറയും. ഫ്രോസൺ ഷോൾഡർ അതെല്ലാമാണ് വളരെ കോമൺ ആയിട്ട് ഓൾഡർ ഏജിൽ കാണുന്നത്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ഷാബി എന്നാണ്. ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ പറയൂ കേൾക്കാം. എനിക്ക് എന്റെ ഒന്ന് വീണ പെടലി ഡിസ്ക് ഒന്ന് ചെറുതായിട്ട് തെന്നിയതായിരുന്നേ. ഏത് ഭാഗത്തായിരുന്നു ഡിസ്ക് തെന്നിയത്? എന്തോ ഡിസ്ക് ഏത് ഭാഗത്താ തെന്നിയത്? ഡിസ്ക് ആറാമത്തെ ഡിസ്ക്. നടുവിന്റെ ആണോ കഴുത്തിന്റെ ആണോ? പെടലിയുടെ ഡിസ്ക് തന്നെയാണ്. ഞരമ്പ് ചെറുതായിട്ട് നെങ്ങിയതാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർ പറഞ്ഞത്. ഓഹോ കഴുത്തിന്റെ ഭാഗത്താണ്. ഇപ്പൊ കയ്യിലേക്ക് അസഹനീയമായ വേദന വരുന്നുണ്ട്, അതല്ലേ പ്രശ്നം? ഇപ്പൊ എനിക്ക് കൈക്കാണ്, എന്റെ ഇടത് കൈക്ക് ഭയങ്കര വേദന തോന്നുന്നുണ്ട്. ഈ പ്രോബ്ലം തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇപ്പം രണ്ടാഴ്ചയായി. രണ്ടാഴ്ചയായിട്ടുള്ളൂ ഈ പ്രശ്നം തുടങ്ങിയിട്ട്. അതിനു മുമ്പൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അല്ലേ? ഇത് വന്നിട്ട് കഴുത്തില് ഇപ്പൊ എങ്ങനെയാ മനസ്സിലായത്? വന്നിട്ട് കഴുത്തില് ഡിസ്ക് തന്നെയതാന്ന് എങ്ങനെയാ മനസ്സിലായത്? MRI സ്കാൻ എടുത്തതാണ് മനസ്സിലായത്. ഇപ്പോഴും വേദനയും കയ്യിലേക്ക് ഒരു കഴപ്പമായുള്ള വേദന വരുന്നുണ്ട് അല്ലേ? കൈക്ക് ഭയങ്കര കട്ടുകഴപ്പാണ്. കൈ താത്തിട്ട് കഴിഞ്ഞാൽ അന്നേരം ഭയങ്കര, ഞാൻ കൈ പൊക്കി പിടിച്ചാണ് കൂടുതൽ ഇരിക്കുന്നത്. ഭയങ്കര വേദനയാണ്. ഇത് വന്നിട്ട് ഡിസ്ക് വന്നിട്ട് ഞരമ്പുകളുടെ ഉത്ഭവസ്ഥാനത്ത് അമർത്തുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ് വന്നിട്ട്. യൂഷ്വലി നമ്മൾ രണ്ടാഴ്ച സ്ഥിതിക്ക് പ്രത്യേകിച്ച് പെട്ടെന്നൊരു ഒന്നും എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. രണ്ടാഴ്ച എന്നുള്ളത് വളരെ കുറഞ്ഞൊരു ഡ്യൂറേഷനാണ്. നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളും അതേ കൂടാതെ ചെറിയ രീതിയിലുള്ള ഫിസിയോതെറാപ്പി അതേമാതിരിയുള്ള ആവശ്യത്തിനുള്ള റെസ്റ്റ് ആ ഭാഗത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ ശതമാനം ആളുകളിൽ അതങ്ങനെ തന്നെ കുറഞ്ഞു പോകാറുണ്ട്. കുറച്ചുകൂടി നമുക്ക് കുറച്ച് കാലഘട്ടം കൂടി നമുക്കിത് വെയിറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. തന്നെ കുറയുന്നുണ്ടോ എന്നുള്ളത് മരുന്നുകൾ കൊണ്ടും അതേപോലുള്ള ഫിസിയോതെറാപ്പി കൊണ്ടും കുറയുന്നുണ്ടോ എന്നാണ് നോക്കാവുന്നതാണ്. കുറയുന്നില്ലെങ്കിൽ ബാക്കിയുള്ള അതിനുള്ള സർജിക്കൽ ട്രീറ്റ്മെന്റും അവൈലബിൾ ആണ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ പ്രായം അനുസരിച്ചുള്ള അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഈ കുട്ടികളിൽ ഭാരമേറിയ ബാഗുകൾ തൂക്കുന്നതുകൊണ്ട് അവരുടെ തോളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഭാരമായിട്ടുള്ള ബാഗുകൾ തൂക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ യൂഷ്വലി അത് സ്ട്രെയിൻ റിലേറ്റഡ് ആണ്. അത് അത്രയും ലോഡ് ഒരുപാട് നേരം തൂക്കുന്നതുകൊണ്ടുള്ള. ഇപ്പം നമുക്ക് തന്നെ അറിയാം എത്ര നേരം കൈ ഇത്രയും ഇങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കാൻ പറ്റും. കുറച്ച് നേരം കഴിഞ്ഞാൽ ഇവിടെ വേദന. നോർമലി അതേപോലെ തന്നെയാണ്. അതുവരെ കുറച്ച് നേരം ഏത് ലോഡ് എടുത്തു കഴിഞ്ഞാലും അത് വരുന്ന ആ വേദന, അത് വന്നിട്ട് ആ അത്രയും മസിൽസ് വർക്ക് ചെയ്യാണ്, അത്രയും നേരം ആ മസിൽസിന് സ്ട്രെയിൻ ആണ്, ആ വേദന ഉണ്ടാവും. യൂഷ്വലി അഡ്വൈസ്ഡ് അല്ല കുട്ടികളിലെ. ഭാവിയിലേക്ക് ആസച്ച് അങ്ങനെ വലിയൊരു പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കുറവാണ്. ഈ ബാഗുകൾ തൂക്കുന്നതുകൊണ്ട് ഭാവിയിലേക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്നുള്ള സാധ്യത കുറവാണ്.
ഈ തോളെല്ലുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വേദനയുടെ കാരണങ്ങൾ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, ഡയഗ്നോസ് എങ്ങനെയാണ്? ഡയഗ്നോസിസ് ഏത് അസുഖമാണെങ്കിലും പ്രധാനമായി ഡയഗ്നോസ് ചെയ്ത് ഡോക്ടറെ കണ്ട് അയാൾ പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള ക്ലിനിക്കൽ ടെസ്റ്റുകൾ ചെയ്താണ് പ്രധാനമായി ഡയഗ്നോസ് ചെയ്യുന്നത്. അതായത് രോഗിയുടെ എത്ര നാളത്തെ സിംറ്റംസ് അയാളെ പരിശോധിച്ചതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവ്, അതിൽ നിന്നാണ് പ്രധാന ഡയഗ്നോസിസ്. MRI CT എല്ലാം സെക്കൻഡറി ആണ്. അത് നമ്മുടെ ഡയഗ്നോസിസിനെ സഹായിക്കാൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിൽ വന്ന് നൂതനമായിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യകളുണ്ട്. യൂഷ്വലി എക്സ്റേയിൽ നിന്ന് MR ആർത്രോഗ്രാം വരെ അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇവര് കഫ് ടിയർ പോലുള്ള പ്രശ്നങ്ങളെല്ലാം, റൊട്ടേറ്റർ കഫ് ടിയറുകൾ പോലുള്ള പ്രശ്നങ്ങളെല്ലാം കണ്ടുപിടിക്കാനായിട്ട് ഡൈ ഇഞ്ചെക്ട് ചെയ്ത് MRI എടുക്കുന്നത്, MR ആർത്രോഗ്രാം, അതേപോലെയുള്ള നൂതനമായ സാങ്കേതിക വിദ്യകളെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. ഏതെങ്കിലും പ്രത്യേക പോസ്റ്ററിൽ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുമ്പോൾ ഒക്കെ ഷോൾഡർ പെയിൻ വരാറുണ്ട്. ഇത് അല്ലെങ്കിൽ ഒഴിവാക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യായാമങ്ങളുണ്ടോ? തീർച്ചയായും ചോദ്യത്തിന് ഉത്തരവുണ്ട്. വന്നിട്ട് നമ്മൾ ഒരുപാട് നേരം ഒരേ പോസ്റ്റർ ഒഴിവാക്കുക, അത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. വന്നിട്ട് ഇരിക്കുമ്പോഴെല്ലാം മാക്സിമം ഈ ഷോൾഡർ ആസച്ച് പെയിനേക്കാൾ കൂടുതൽ കഴുത്തിൽ നിന്ന് വരുന്ന റേഡിയേറ്റിംഗ് പെയിനാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാർ, യൂഷ്വലി കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ്, അതേപോലെ ആൾക്കാർ ഒരേ പോസ്റ്ററിൽ ഇരിക്കുന്നതുകൊണ്ട് വരുന്നത്. യൂഷ്വലി ബാക്ക് റെസ്റ്റ് ഉള്ള പൊസിഷൻ യൂഷ്വലി യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ട്. നല്ല ബാക്ക് റെസ്റ്റ്, അതേമാതിരി ഒരേ പോസ്റ്റർ അവോയ്ഡ് ചെയ്യുക. ഒരു 20 മിനിറ്റ് ഹാഫ് ആൻ അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആവശ്യമായ റിലാക്സേഷൻ, നെക്ക് മസിൽസ് ആസ് വെൽ ആസ് ഷോൾഡറിന് ആവശ്യമായ റിലാക്സേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഹലോ, എന്റെ പേര് ജോസ്, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ജോസ് പറയൂ. സർ, എന്റെ ഒരു 2 വർഷമായിട്ട് എന്റെ ഇടത് തോളിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല വേദനയാണ്. കൈ ഇങ്ങോട്ട് തിരിക്കാനും ഭയങ്കര പാടാണ്. ഒരു മരവിച്ച ഒരവസ്ഥയാണ്. എത്രയായി തുടങ്ങിയിട്ട് ഈ പ്രശ്നം തുടങ്ങിയിട്ട്? ഒരു 2 വർഷത്തോളമായി. മുമ്പ് എവിടെ വീഴുക, തട്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? കാര്യമായിട്ടുള്ള അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. 2 വർഷമായി പ്രശ്നമുണ്ട് അല്ലേ? ഷർട്ട് ഇടുമ്പോഴെല്ലാം പ്രശ്നമാണ്. കൈ മുഴുവനായിട്ട് ഉയർത്താൻ പറ്റുന്നുണ്ടോ? കൈ ഉയർത്താൻ പറ്റുന്നുണ്ട്, പക്ഷെ പുറകോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ ഉയർത്താൻ പറ്റുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ? ഒരു ഈ ഒരു 60 മുതൽ 120 ഡിഗ്രി ആർക്കിൽ ഭയങ്കരമായി പെയിൻ തോന്നുന്നുണ്ടോ? ഇതേപോലെ എത്ര വയസ്സുണ്ട് ജോസിന്? എത്ര വയസ്സുണ്ട്? എനിക്ക് 34 വയസ്സുണ്ട്. എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന ആളാണോ? അതേമാതിരി യൂഷ്വലി ഇതേപോലെ വരുന്ന പെയിൻ 2 കാര്യങ്ങളാണുള്ളത്. 2 കാര്യങ്ങളാണ് നമുക്ക് റൂൾ ഔട്ട് ചെയ്യേണ്ടത്. ഒന്ന് വന്നിട്ട് ഷോൾഡറിന്റെ ആസച്ച് വരുന്ന പ്രോബ്ലം, അതായത് സബ് അക്വമൽ ഇംപിഞ്ച്മെന്റ് എന്ന് പറയും. വന്നിട്ട് ഈ കൈയുടെ ഉയർത്തുന്ന മസിലുകളിൽ വരുന്ന ഒരു തരം വീക്കമാണത്. ആ വീക്കം വന്നു കഴിഞ്ഞാൽ കൈയെ പ്രോപ്പറായിട്ട് ഉയർത്താൻ പറ്റില്ല, ഇംപിഞ്ച്മെന്റ് എന്ന് പറയും. അതല്ലാതെ വേറെ കഴുത്തിനുള്ള പ്രോബ്ലം, റേഡിയേറ്റിംഗ് പെയിൻ ആണോ എന്നുകൂടി നോക്കണം. അതായത് കഴുത്തിലുള്ള ഡിസ്ക്, അതേമാതിരി അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കാരണം വരുന്ന പെയിൻ ആണോ നോക്കണം. അതിന് നമ്മളൊരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ആവശ്യമാണ്. നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള മരുന്നുകൾ എടുത്താലും ഫിസിയോതെറാപ്പി മരുന്നുകൾ എല്ലാം ഉണ്ട്. അത് വന്നിട്ട് കുറയാനുള്ള എല്ലാ ചികിത്സാ രീതികളും ലഭ്യമാണ്. അതുകൊണ്ട് കുറയുന്നില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ MRI എടുത്ത് നോക്കേണ്ടി വരും. MRIയിൽ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ കഴിയുന്നതാണ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, മറ്റൊരു കോളും കൂടിയുണ്ട്. ഹലോ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് രമ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഡോക്ടർ നമസ്കാരം. ഞാൻ തൃപ്പൂണിത്തുറ ഏരിയയിൽ നിന്നാണ്. എന്റെ പേര് രമ. എനിക്ക് കൈയുടെ ഷോൾഡറും ഒക്കെ കുറച്ചായി, 2 വർഷമായി തുടങ്ങിയിട്ട് വേദനയുണ്ട്. വേദന അല്ലാതെ ഉയർത്താൻ പറ്റുന്നുണ്ടോ? ഷോൾഡർ നീരുണ്ട്. കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ വയ്യ. നമ്മള് തൂത്തുവാരോ അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വലിയുന്ന പോലെ ഈ കഴുത്തിന്റെ വശം തുടങ്ങി വലതുവശം. കൈ മുഴുവനായിട്ട് കടച്ചിലുണ്ടോ? കൈന്റെ താഴെ വരെ കടച്ചിൽ വരുന്നുണ്ടോ? കൈന്റെ താഴെ വരെ കടച്ചിലുണ്ട്. നീരുണ്ട്. വയസ്സ് എത്രയുണ്ട്? 43. 2 വർഷമായിട്ടുണ്ടോ? പ്രശ്നം എത്രയായിട്ടുണ്ട്? 2 വർഷമായി. അത് ഞാൻ തലയ്ക്ക് സ്കാൻ ചെയ്തായിരുന്നു മെഡിക്കൽ ടെസ്റ്റിൽ പോയി. അങ്ങനെ കുഴപ്പമില്ലാന്നാ പറഞ്ഞത്. പിന്നെ ഞാൻ ഇപ്പൊ 1 വർഷത്തോളം മരുന്ന് കഴിച്ചു, ന്യൂറോളജിസ്റ്റിനെ കണ്ടു. പക്ഷെ എനിക്ക് കുറവൊന്നുമില്ല. ഇപ്പം ഭയങ്കര വേദന. ഒരു കൈക്ക് മാത്രമേ ഉള്ളൂ, മറ്റേ കൈക്കൊന്നും കുഴപ്പമില്ല അല്ലേ? മറ്റേ കൈക്കും നൈസ് ആയിട്ടുണ്ട്. വലത്തെ കൈക്കാണ് നമ്മള് കൂടുതൽ ജോലി ചെയ്യുമ്പോ വലത്തെ കൈ, കാല്, ഈ സൈഡ് ഫുൾ തോളിനാണ് വേദന വരണത്. തലയുടെ ഒരു സൈഡ് ചെവിയുടെ പുറകുന്ന വേദന. ഇത് വന്നിട്ട് സെർവൈക്കോ ബ്രേക്കിയൽ ന്യൂറാൾജിയ എന്ന് പറഞ്ഞ ഒരു തരം പെയിൻ ആണ്. കഴുത്തിൽ നിന്ന് കൈയിലേക്കുള്ള വേദന, അതിന്റെ സിംറ്റം പറയുന്നതാണ്. അത് വന്നിട്ട് പല കോസുകൾ കാരണം ഇതേപോലെ വരാം. യൂഷ്വലി വന്ന് കഴുത്തിലെ ഡിസ്ക് പ്രോബ്ലങ്ങൾ,
അതല്ലാതെ വന്ന് കഴുത്തിലെ എല്ല് തേയ്മാനം, അതായത് കഴുത്തിലെ അസ്ഥികൾക്കുണ്ടാകുന്ന തേയ്മാനം, ഞരമ്പുകളുടെ ഉത്ഭവസ്ഥാനം, കയ്യിലേക്ക് പോകുന്ന ഞരമ്പുകളുടെ ഉത്ഭവസ്ഥാനം കഴുത്തിലാണുള്ളത്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തായിട്ട് എന്തെങ്കിലും ഡിസ്ക് അമർത്തുകയോ അതല്ലാതെ ഞരമ്പിന് പോകാൻ പ്രോപ്പറായിട്ടുള്ള വഴിയില്ലാതെ അടയുക, തേയ്മാനം കാരണം അടയുക, കനാൽ സിനോസിസ് എന്നൊക്കെ പറയും. അങ്ങനെ എന്തെങ്കിലും നമ്മൾ നടക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ഭയങ്കര വേദനയാണ്. യൂഷ്വലി ഇത് വന്ന് വേദന ഉണ്ടാവുന്നതിൽ കഴിഞ്ഞ് വലിയ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവുന്ന കണ്ടീഷനല്ല. നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയാണ്, അത് അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റും ലൈഫ് സ്റ്റൈലും. ഇത് വന്നിട്ട് യൂഷ്വലി ഒരു ഓർത്തോപെഡിക് സർജനെയോ ഒരു ന്യൂറോ സർജനെയോ ആണ് കാണേണ്ടത്. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഈ ഷോൾഡർ മൂവ് ചെയ്യുമ്പോൾ അങ്ങനെ ക്രാക്കിംഗ് ഒച്ച അല്ലെങ്കിൽ കടച്ചിലൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? യൂഷ്വലി ക്രാക്കിംഗ് സൗണ്ട് എന്ന് പറയുന്നത് യൂഷ്വലി ഓൾഡ് ഏജിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിലാണ് സൗണ്ട് കൂടുതലായിട്ട് വരുന്നത്. പേഷ്യൻറ്റിന് ഫീൽ ചെയ്യാൻ വന്ന ഒരു സൗണ്ട് ഉണ്ടാകുന്നത് യൂഷ്വലി കാർട്ടിലേജുകളുടെ തേയ്മാനം, അതായത് ഈ മുകൾ ഭാഗത്ത് ഈ ഷോൾഡർ ബ്ലേഡും നമ്മുടെ ഈ മുകൾ ഭാഗത്തുള്ള വലിയ അസ്ഥിയും കൂടി ഇതേ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ് ഫോം ചെയ്യുന്നത്. ഇതിനെ കവർ ചെയ്ത് തരുണാസ്ഥി എന്ന് പറയുന്ന കാർട്ടിലേജ് ഉണ്ട്. കാർട്ടിലേജ് രണ്ട് ഭാഗത്തും ഉണ്ട്. എന്നിട്ട് കൂടാതെ ലേബ്രം എന്ന് പറയുന്ന ഇതിനെ ഡീപ്പൻ ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രക്ചറുണ്ട് ഈ പറയുന്ന ഷോൾഡർ ബ്ലേഡിന്. അപ്പോൾ ഇതിൽ വരുന്ന ഈ തരുണാസ്ഥിയിൽ വരുന്ന തേയ്മാനങ്ങളിൽ എന്ന് പറയുന്ന ഈ തരുണാസ്ഥികൾ അവിടെ എവിടെയായിട്ട് ഡിഫക്റ്റ് വരും. പിന്നെ കാർട്ടിലേജ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് അതിൽ വന്നിട്ട് ഈ എല്ലും തമ്മിൽ ഉരയാൻ ആരംഭിക്കും. അതിലാണ് നമ്മൾ ഈ സൗണ്ടും പെയിനും എല്ലാം യൂഷ്വലി സ്റ്റാർട്ട് ആവുന്നത്. ഓൾഡ് ഏജിലാണ് കാണുന്നത്. ഇതല്ലാതെ വേറെ റെയർ ആയിട്ടുള്ള കണ്ടീഷനുകളുണ്ട്, സ്നാപ്പിംഗ് ഷോൾഡർ എന്നെല്ലാം പറയും. അതെല്ലാം വളരെ അൺകോമൺ ആണ്. വളരെ കുറച്ച് ശതമാനം ആൾക്കാരിൽ മാത്രം കാണുന്ന പ്രശ്നമാണ്. എന്താണ് റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി എന്ന്? റൊട്ടേറ്റർ കഫ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ്. അതായത് ഷോൾഡർ മൂവ്മെന്റ്സിന് ഹെൽപ്പ് ചെയ്യുന്ന 4 മസിൽസിൽ വരുന്ന സുപ്രാസ്പൈനൈറ്റസ്, ഇൻഫ്രാസ്പൈനൈറ്റസ്, ടെറസ്പൈനൽ, അങ്ങനെ ഒരു 4 മസിലുകൾ ഉൾപ്പെട്ടതാണ് ഈ റൊട്ടേറ്റർ കഫ്. അതിൽ വന്നിട്ട് ചെറിയ നമ്മളെ യൂഷ്വലി യങ്ങർ ഏജ് ഗ്രൂപ്പിലാണെങ്കിൽ ഇതേമാതിരി സ്പോർട്സ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുക, ഫാസ്റ്റ് ബോളേഴ്സ്, ജാവലിൻ ത്രോസ്, ഇവരിലെല്ലാം യൂഷ്വലി ചെറിയ ടിയറുകൾ വരാൻ ചാൻസ് ഉണ്ട് ട്രോമാറ്റിക് ആയിട്ട്. ഇതല്ലാതെ തന്നെ ഓൾഡ് ഏജിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീജനറേറ്റീവ് പ്രോസസ്സ്, അതായത് തേയ്മാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങളായി ഡീജനറേറ്റീവ് റൊട്ടേറ്റർ കഫ് ടിയറും വരാൻ ചാൻസ് ഉണ്ട്. ഇത് അസഹനീയമായ വേദനയോടെയാണ് പേഷ്യൻറ്റിന് വരിക. അതിൽ വന്നിട്ട് കൈ ഉയർത്താനും ബുദ്ധിമുട്ടുണ്ടാവും, അവരവരുടെ തലയെക്കെട്ട് അങ്ങനെയുള്ള ഡെയിലി അവരവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ വളരെയധികം കുറവ് വരും വേദന കാരണം. സോ ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്പ് ഓഫ് ടിയർ, അതായത് ഫുൾ തിക്നെസ് ഉണ്ട്, അതേമാതിരി പാർഷ്യൽ തിക്നെസ് ടിയർ ഉണ്ട്. അതുമാതിരി അത് നമ്മൾ AMR എല്ലാം ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. വന്നിട്ട് ഫുൾ തിക്നെസ് ആണെങ്കിൽ പേഷ്യന്റ് കൈ തീരെ ഉയർത്താൻ സാധിക്കില്ല. അതേമാതിരി അത് കണ്ടുപിടിച്ചതിന് ശേഷം അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ സർജിക്കൽ ആസ് വെൽ ആസ് കൺസർവേറ്റീവ്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? കുറച്ച് ഉറക്കെ സംസാരിക്കൂ. ചോദിച്ചോളൂ. എനിക്ക് ഇടത്തെ കൈയിന്റെ ഈ തോളിന്റെ ഭാഗം വേദന. എത്ര കാലമായി വേദന തുടങ്ങിയിട്ട്? തുടങ്ങി ദിവസമായി. ഇടക്കിടക്ക് ഉണ്ടാവില്ല. വയസ്സ് എത്രയുണ്ട്? വയസ്സ് 54. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട് വേദന. പിന്നെ ഈ കൈ വിരലുകളൊക്കെ ഈ തരിപ്പുണ്ട്. എന്തെങ്കിലുമൊക്കെ കുറച്ച് കൈന്റെ കടച്ചില്, കഴുത്തിന്റെ ഇവിടെ മുതൽ ഈ വിരലുകൾ എപ്പോഴും തരിപ്പായിട്ട് ഇങ്ങനെ കാണും. തുടങ്ങിയിട്ട് എത്രയെന്ന് പറഞ്ഞപ്പോ? തുടങ്ങിയപ്പോ കുറച്ചായി, 2 വർഷം കഴിഞ്ഞിട്ടുണ്ടോ? 2 വർഷത്തോളമായി വേദന പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു കണ്ടീഷൻ വന്നിട്ട് സർവൈക്കോ ബ്രേക്കിയൽ ന്യൂറാൾജി, നേരത്തെ പറഞ്ഞ ഒരു കണ്ടീഷൻ തന്നെയാണ്. അത് വന്നിട്ട് കഴുത്തിന്റെ അധികം എല്ല് തേയ്മാനം അതല്ലെങ്കിൽ ഡിസ്ക് പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന ഒരുതരം വേദനയാണ്. കഴുത്തുകളുടെ ഉത്ഭവസ്ഥാനത്ത് കോളർ ഇടാൻ പറഞ്ഞു അല്ലേ? അതിട്ടിട്ട് എന്താ വ്യത്യാസം ഉണ്ടോ? ഇട്ടിട്ടില്ല. അത് വന്ന് വളരെ അക്യൂട്ട് ആയിട്ടുള്ള വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ കുറച്ച് കാലത്തേക്ക് അഡ്വൈസ്ഡ് ആണെന്നല്ലാതെ നമ്മൾ ലോങ് ടേം യൂസിനൊന്നും കോളർ അഡ്വൈസ്ഡ് അല്ല. യൂഷ്വലി അത് ഒരുപാട് കാലത്തേക്കൊന്നും ഉപയോഗിക്കുന്ന അഡ്വൈസ്ഡ് അല്ല. നിങ്ങൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണം കിട്ടുന്നില്ലെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതിനായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. വന്ന് നിങ്ങൾ ഒരു നല്ല ഒരു അടുത്തുള്ള ഓർത്തോപെഡിക് സർജനെയോ ഒരു ന്യൂറോ സർജനെയോ കാണുകയാണെങ്കിൽ അവരുടെ അടുത്ത് ഓർത്തോനെ കണ്ടാൽ മതിയാവും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ ഫ്രോസൺ ഷോൾഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഡയബറ്റിക്സിൽ കോമൺ ആയിട്ട് കാണുന്ന ഡയബറ്റിക്സിലാണ്. വന്നിട്ട്
പ്രോപ്പറായിട്ടുള്ള മൂവ്മെൻറ്റ്, അതായത് നമുക്കൊരു 180 ഡിഗ്രി ആർക്കുണ്ട് ഇവിടെ വന്നിട്ട്, അത് കിട്ടാതെ പെയിൻ ആദ്യം തുടക്കത്തിൽ വന്നിട്ട് പെയിൻ ഉണ്ടാവും, പിന്നെ ഫോളോഡ് ബൈ കൈ ഉയർത്താൻ പറ്റാത്തതായിട്ടുള്ള ഒരു കണ്ടീഷൻ. കൈ ഉയർത്താൻ ഒരു സർട്ടൻ പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ അത് ഉയർത്താൻ സാധിക്കാതെ വരും. അതാണ് യൂഷ്വലി സിംറ്റം ആയിട്ട് വരുന്നത്. ജോയിന്റിന് സറൗണ്ട് ചെയ്യുന്ന ക്യാപ്സ്യൂളിൽ വരുന്ന ഒരു വീക്കാണ്. അത് വന്നിട്ട് യൂഷ്വലി സെൽഫ് ലിമിറ്റിംഗ് കണ്ടീഷൻ, അതായത് പ്രത്യേകിച്ച് ചികിത്സകളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു യൂഷ്വലി പറയുന്നത് ഒരു 18 months ഡ്യൂറേഷൻ ആണ്. അതിൽ പേഷ്യന്റ് തന്നെ മാറുമെന്നാണ് യൂഷ്വലി പറയുന്നത്. പക്ഷേ മിക്കവരും ഇത് വന്നൊരു വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കണ്ടീഷൻ ആയത് കാരണം നമ്മൾ വ്യായാമം എന്തെങ്കിലും ചെയ്തു. തീർച്ചയായും വ്യായാമമാണ് അതിൽ വന്നിട്ട് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. വ്യായാമങ്ങൾ തന്നെയാണ്. റേഞ്ച് ഓഫ് മൂവ്മെന്റ് എക്സസൈസസ്, ഒരു നല്ല ഫിസിയോതെറാപ്പിസ്റ്റിനെയോ ഡോക്ടറെയോ സമീപിച്ച് അതിനനുസരിച്ചുള്ള വ്യായാമം, റേഞ്ച് ഓഫ് മൂവ്മെന്റ്, പെൻഡുലം എക്സസൈസസ്, അതേപോലെ വാളെല്ലാം പിടിച്ചിട്ട് അതൊരു നല്ല ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവർ പഠിപ്പിച്ച് റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം കൊണ്ട് തന്നെ മാറിപ്പോകുന്ന പ്രോബ്ലങ്ങളിൽ. ഇതല്ലെങ്കിൽ മാറ്റം വരുന്നില്ല, ഇതുപോലെ ഫിസിയോതെറാപ്പി അതേമാതിരി മാറ്റങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ വേറെയും ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. മാനിപ്പുലേഷൻ ആൻഡ് അനസ്തീഷ്യ, മയക്കം കൊടുത്ത് കൈ മുഴുവനായി റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്സിൽ അനക്കി വിടുക. അതല്ലാതെ ആർത്രോസ്കോപ്പിക് സർജറീസ് ഉണ്ട്, നൂതനമായിട്ടുള്ള ആർത്രോസ്കോപ്പിക് ക്യാപ്സുലാർ റിലീസ് എന്നൊക്കെ പറഞ്ഞ പ്രൊസീജിയേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അത് വാദം വരുന്നത് ഈ ഷോൾഡറിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? വാദം എവിടെ വന്നാലും മെയിൻലി പെയിൻ, സിവിയർ പെയിൻ, അതാണ് പേഷ്യൻ്റ് ഉണ്ടാകുന്നത്. അത് പെയിൻ വന്നിട്ട് ഇത് യൂഷ്വലി ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, അതിനുശേഷം ഒരു കുറവില്ല. ഇത് ഇത്രയും ഇത് വന്നിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ വാദം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ആ കാർട്ടിലേജിന് നടക്കുന്ന ഡിസ്ട്രക്ഷൻ ഇറ്റ്സ് യൂഷ്വലി ഇറിവേഴ്സിബിൾ വന്നിട്ട് പിന്നെ അവർ അതിനനുസരിച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നൂതനമായിട്ടുള്ള ചികിത്സകൾ ഇതിനും അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് ഷോൾഡർ റീപ്ലേസ്മെൻറ്റ് സർജറീസ് അവൈലബിൾ ആണ്. സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ തോൾ സന്ധി മാറ്റി വയ്ക്കുന്ന ഓപ്പറേഷനിൽ ഷോൾഡർ ആർത്രോപ്ലാസ്റ്റി ആസ് വെൽ ആസ് റിവേഴ്സ് ഷോൾഡർ ആർത്രോപ്ലാസ്റ്റി നൂതനമായ സർജറികൾ ഇപ്പോൾ ലഭ്യമാണ്. വന്നിട്ട് അതിന് എല്ലാത്തിനും ചികിത്സയുണ്ട്. ഈ തോളെല്ലുകൾക്ക് ഉണ്ടാകുന്ന ഡിസ്ലൊക്കേഷൻ അതിനെങ്ങനെയാണ്? സർജറി ചെയ്തിട്ടാണോ ചികിത്സ? ഡിപ്പെൻസ് ഓൺ ദി ഏജ് വയസ്സനുസരിച്ച്. ഇപ്പോൾ ഒരു 20 വയസ്സുള്ള കുട്ടിക്ക് ഡിസ്ലൊക്കേഷൻ ഉണ്ടാവുകയാണെന്ന് വയ്ക്കാം, ആ കുട്ടിക്ക് രണ്ടാമത് ഡിസ്ലൊക്കേഷൻ വരാനുള്ള ചാൻസ് ഇറ്റ്സ് മോർ ദാൻ 80% എന്നാണ് പറയുന്നത്, അതായത് രണ്ടാമതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിക്ക് തീർച്ചയായും MRI വാല്യൂഷൻ, അതായത് എവിടെയാണ് ഡിഫക്റ്റ്, ഏത് വഴിയാണ്, എന്തുകൊണ്ടാണ് ഡിസ്ലൊക്കേറ്റ് ആവുന്നത്, യൂഷ്വലി ബാങ്ക് ആർട്ട് എന്നൊക്കെ പറഞ്ഞ് ലീഷൻസ് ഉണ്ട്. അതായത് അത് കണ്ടുപിടിക്കണം. നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് യങ്ങർ ഏജ് ഗ്രൂപ്പിൽ ചെയ്യേണ്ടത്. യങ്ങർ ഏജ് ഗ്രൂപ്പ് തീർച്ചയായും അവർക്ക് സർജറി ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഓൾഡർ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആളുകളിൽ അത്രത്തോളം ചാൻസ് കുറവാണ്, രണ്ടാമതൊരു ഡിസ്ലൊക്കേഷനുള്ള ചാൻസ് വെൻ കമ്പയർഡ് ടു യങ്ങർ ഏജ് ഗ്രൂപ്പ് കുറവാണ്. സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി ട്രീറ്റിംഗ് ഡോക്ടർ ആൻഡ് ദെയർ ഡിസിഷൻ. സർ, ഇംപിഞ്ച്മെന്റിനെ കുറിച്ച് സൂചിപ്പിക്കേണ്ടായി, ഇതെന്താണ്? സബാക്രോമിയൽ ഇംപിഞ്ച്മെന്റ് എന്ന് പറയും. അത് വന്നിട്ട് കൈനെ ഉയർത്തുന്ന റൊട്ടേറ്റർ കഫ് മസിലുകൾ, പ്രധാനമായിട്ട് സുപ്രാസ്പൈനൈറ്റസ് എന്ന് പറയുന്ന മസിലിൽ വരുന്ന ഒരു തരം അതിൽ വരുന്ന ആ ഭാഗങ്ങളിൽ വരുന്ന റൊട്ടേറ്റർ കഫ് ഡിസ്ഫങ്ഷൻ കാരണം കൈ ഉയർത്തുമ്പോൾ ഈ അക്രോമിയൻ എന്ന് പറഞ്ഞൊരു ഷോൾഡർ ബ്ലേഡിൻ്റെ പാർട്ടുണ്ട്, ഇതിൽ വന്ന് ഈ റൊട്ടേറ്റർ കഫ് മസിലുകൾ വരികയും തത്ഫലമായി സിവിയർ പെയിൻ ഉണ്ടാവുകയും ഈ ഒരു ടിപ്പിക്കലി ഒരു 160 to 120 ഡിഗ്രി ആർക്കിലാണ് സിവിയർ ആയിട്ട് പെയിൻ ഉണ്ടാകുന്നത്. യൂഷ്വലി വന്ന ഒരു മോർ ദാൻ 50 year old പേഷ്യൻസിലാണ് കാണുന്നത്. ചികിത്സകൾ വന്നിട്ട് യൂഷ്വലി ഇതിനെപ്പറ്റി അൺഅവെയർ ആണ് എല്ലാവരും. ഇങ്ങനെ ഒരു ഇംപിഞ്ച്മെന്റ് കണ്ടീഷനെ കുറിച്ച് യൂഷ്വലി അൺഅവെയർ ആണ് ആളുകൾ. വന്നിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ചികിത്സകൾ ലഭ്യമാണ്. വന്നിട്ട് ടാബ്ലറ്റ്സ്, അതേപോലെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ചെറിയ ജോയിന്റ് ഇഞ്ചെക്ഷൻസ് കൊണ്ട് നല്ല റിലീഫ് ഉണ്ടാവുന്നതാണ് ഇതുപോലത്തെ കണ്ടീഷനുകൾ. ഇതല്ലെങ്കിൽ നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റും ഫുൾ അതിൽ വന്നിട്ട് ഒരുപാട് വന്ന് ടീയറുകളെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ വന്ന് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അവൈലബിൾ. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ രാജ്കുമാർ. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. സാർ, ഈ തോൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അത് കഴിഞ്ഞ് 2 ദിവസം കാണും, അത് വേഗം മാറും. 2 ദിവസം കഴിയുമ്പോൾ തന്നെ മാറും. അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഈ ആത്മീയ ബോർഡ്സിൽ 23 വർഷം വർക്ക് ചെയ്തിരുന്നു. ഓക്കെ. അപ്പൊ അത് ഈ റൈബിൾ എക്സർസൈസ് ചെയ്തുകൊണ്ടാണെന്ന് സംശയമുണ്ട്. ഇത് വന്നിട്ട് സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, എന്തെങ്കിലും ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ ആണ് അല്ലേ? ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ ആണ്. സ്ഥിരമായിട്ട് വെറുതെ റെസ്റ്റിലൊന്നും പെയിൻ ഇല്ല. എത്രയായി തുടങ്ങിയിട്ടത്? ഇത് സാർ ഒരു 15 വർഷമായി. ഷോൾഡറിന്റെ ഉള്ളിൽ തന്നെ മാത്രമല്ലേ ഉള്ളൂ, താഴത്തേക്ക് ഇല്ലല്ലോ? കൈന്റെ ഭാഗത്തേക്കൊന്നും പെയിൻ ഇല്ലല്ലോ? ഷോൾഡറിന്റെ ഭാഗത്തേ ഉള്ളൂ. വയസ്സ് എത്രയുണ്ട് സാറിന്? 58 വയസ്സുണ്ട്.
അത് വന്ന് യൂഷ്വലി 2 കണ്ടീഷൻസിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 കണ്ടീഷൻസിലാണ് ഇതിൽ വന്ന് കോമൺ ആയിട്ട് ഇതേപോലുള്ള പെയിൻ വരുന്നത്. എന്തെങ്കിലും ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ. ഒന്ന് വന്ന് ഓസ്റ്റിയോആർത്രൈറ്റിസ് ഓഫ് ഷോൾഡർ, അതായത് ഷോൾഡറിൽ വരുന്ന തേയ്മാനം, അത് അല്ലാതെ ഇംപിഞ്ച്മെൻറ്റ് ഷോൾഡർ. ഇത് രണ്ടുമാണ് യൂഷ്വലി ഇതേപോലുള്ള പെയിനായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. നമുക്ക് വന്നിട്ട് ഒരു അടുത്തുള്ള അസ്ഥിരോഗ വിദഗ്ധനെ സമീപിച്ച് എന്താണെന്ന് കണ്ടുപിടിച്ച് നല്ല ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ്. ടാബ്ലറ്റ്സ്, ഫിസിയോതെറാപ്പി എല്ലാമേ അവൈലബിൾ ആണ്. പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കണ്ടീഷനൊന്നും അല്ല കേട്ടോ. വിളിച്ചതിന് നന്ദി ഡോക്ടർ. മറ്റൊരു കോളും കൂടിയുണ്ട്. ഹലോ, ഹലോ സാർ, അതെ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? അതെ, ഞാൻ ഷംസുദ്ദീൻ. പറയൂ. ചോദിച്ചോളൂ. അതെ സാറേ, അതെ, ഒരു വർഷം മുമ്പ് ഞാനേ 2 വീലറിൽ ഒന്ന് വീണായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോഴൊന്നും എനിക്ക് വേദന ഉണ്ടായിരുന്നില്ല ഈ തോളിലെ. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ വേദന തോന്നി. ഇപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു വസ്ത്രേക്ക് കൈ തിരിക്കുമ്പോഴത്തേക്കും കയ്യിൽ എന്തെങ്കിലും ഇരിപ്പട്ടെ, ഇപ്പൊ ഒരു കൊതുകിരിക്കുകയാണ്, അതിനെ ഒന്ന് തല്ലുമ്പോഴത്തേക്കും ഈ തോളിന് ഭയങ്കര വേദന. വീണിട്ട് എത്രയായി ഇപ്പൊ വന്നിട്ട്? ഒരു വർഷം കഴിഞ്ഞായിരുന്നു. 1 വർഷമായി വീണിട്ട് അല്ലേ? ഇപ്പോഴും വേദന വരുന്നുണ്ട്? വീണത് തൊട്ട് വേദനയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ MRI സ്കാനൊക്കെ എടുത്തായിരുന്നു. അതിലെന്താ പറഞ്ഞത്? സ്കാനിങ്ങില് ഈ വള്ളി ഒരു വള്ളി ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പൊ ഷംസുദ്ദീൻ പറയുന്നത്. വന്നിട്ട് റൊട്ടേറ്റർ കഫ് ടയർ എന്ന് പറയും. വന്നിട്ട് യൂഷ്വലി ഈ ഷോൾഡറിനെ ഉയർത്താൻ ഉപയോഗിക്കുന്ന ദശാനാരുകൾ, അല്ലെങ്കിൽ അതിൽ വരുന്ന ഒരു തരം ഒരു ടിയറാണ് അത്. വന്നിട്ട് റൊട്ടേറ്റർ കഫ് ടിയർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷംസുദ്ദീന്. ഭയങ്കര സിവിയർ ആയിട്ട് പെയിൻ ഉണ്ടാവും. വന്നിട്ട് നമ്മൾ കൈ അനക്കുമ്പോൾ വളരെ സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും. അതിൽ വന്നിട്ട് നമ്മൾ എത്രത്തോളം ടിയർ ഉണ്ടെന്ന് MRI അല്ലെങ്കിൽ MR ആർത്രോഗ്രാം എടുത്താൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിനനുസരിച്ച് ഇപ്പോൾ 2 വർഷമായിട്ട് കുറവില്ല എന്നുള്ള സ്ഥിതിക്ക് ഒരുപക്ഷെ ഷംസുദ്ദീന് അതിൽ വന്നിട്ട് ഉള്ളിൽ പോയി ആർത്രോസ്കോപ്പിക് സർജറിയിൽ ഇവിടെ തേയിലിടേണ്ടതായിട്ട് വന്നേക്കാം. ഒരു നല്ല ഷോൾഡർ സർജനെ കാണിക്കുന്നത് ഉപകാരപ്പെടും. ഡോക്ടർ, ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഡോക്ടർ ലൈവിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകളും സർവ്വ ആരോഗ്യവും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.